ബോക്സിങ്ങിൽ വലിയ അവാർഡ് ജേതാവാണ്. അദ്ദേഹം അവാർഡൊക്കെ വാങ്ങി. അദ്ദേഹം ഒരു ദിവസം ഒരു ക്രിസ്തീയ ചർച്ചിലേക്ക് തന്നു. അദ്ദേഹം ചെന്നപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന സഭ കൂടുന്ന സമയമാണ്. അവർ പറഞ്ഞു ഇയാൾ ക്രിസ്ത്യാനിയായിരുന്നു. അവർ പറഞ്ഞു ഈ സഭയിലേക്ക് കയറാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ക്രിസ്ത്യാനിക്കാരനാണ്. അവർ പറഞ്ഞു സംഗതിയൊക്കെ ശരി തന്നെയാണ്, ഇപ്പം അങ്ങോട്ട് കയറാൻ പറ്റൂല. ഇയാൾ പറഞ്ഞു ഞാൻ അവാർഡ് ജേതാവാണ്. ഒരു പറഞ്ഞു എന്താ അവാർഡ് ജേതാവാണ്, ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. സുബ്ഹാനല്ലാഹ്, അയാൾക്ക് ദേഷ്യം പിടിച്ച് നമ്മളാണ് ദേഷ്യം പിടിക്കൂലേ? വലിയൊരു അവാർഡ് കിട്ടിയിട്ട് ഈ അവാർഡിന് യാതൊരു പേപാടിൻ്റെ വില പോലും ഇല്ലെങ്കിൽ നമ്മൾ ദേഷ്യം കൊടുക്കൂലേ? ഇയാൾ ദേഷ്യം പിടിച്ചിട്ടെന്തില്ല, അവാർഡൊക്കെ നല്ല ചെയ്തി വീശിട്ടിട്ട് നല്ല പോകുന്ന വൈക്കല് സമുദ്രത്തിന്റെ വക്കിലൂടെ അങ്ങനെ പോരുമ്പോൾ ഇയാൾ നല്ല എന്നെ ചിന്തിച്ച് എത്താ പഠിച്ചപ്പോൾ ഈ അവാർഡ് കൊണ്ട് എന്ത് കാര്യമാണ്? കുറെ ബോക്സിങ്ങിനൊക്കെ കുറെ അവാർഡൊക്കെ വാങ്ങിയിട്ട് അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കി അയാൾ എന്ത് ചെയ്തു? അതെടുത്തിട്ട് പിച്ചി ചീറ്റി കടലിലേക്ക് വലിച്ചറിഞ്ഞു. അടുത്ത അയാൾ മരണപ്പെട്ടു പോയി. അതെടുത്തിട്ട് കടലിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഒരാൾ വണ്ടി വന്ന് കൈക്കെ പിടിച്ചു. അയാൾ ചോദിച്ചു, അല്ല നിങ്ങൾ എന്ത് പണിയൊക്കെ ചെയ്യുന്നത്? എത്ര അധ്വാനിച്ച് വാങ്ങിയ അവാർഡാണ് ഇത് മുഴുവൻ വലിച്ചത്? അപ്പോൾ അത് വലിച്ചൊരു നിലവിലില്ലാത്ത മാതിരി. ഇയാൾ പറഞ്ഞു എന്താ അവാർഡ്? ഒരു സഭയിലേക്ക് പോലും ഇതുകൊണ്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറെ കാര്യങ്ങൾ എൻ്റെ ചിന്തയിൽ കൂടെ മനസ്സിലായിട്ടുണ്ട്. ഇയാൾ പറഞ്ഞു കൊടുത്തു, നമ്മുടെ മതത്തിന് അയിത്തമില്ല. അയിത്തമുണ്ട്, പല മതങ്ങൾക്കും അയിത്തമുണ്ട്. പക്ഷെ അയിത്തമില്ലാത്തൊരു മതം, അതേതാണ് ഇസ്ലാം. ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി അയിത്തമില്ലാത്ത മതത്തിന്റെ നേതാവാണ്. അതേ സമയത്ത് മറ്റു പല മതങ്ങളുടെയും കഥ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അയിത്തമുണ്ട്. ബഹുമാനപ്പെട്ട നാസർ മഅദനി അല്ലാഹു തആല അദ്ദേഹത്തിന് ജയിൽ മോചനം നൽകുമാറാവട്ടെ. അദ്ദേഹത്തിന് ഡ്രൈവർ ഉണ്ടായിരുന്ന വേലയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ കേസറ്റ് മുഖേന കേട്ടു കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് ഡ്രൈവർ ഉണ്ടായിരുന്ന വേലയിൽ അദ്ദേഹം പിന്നീട് മുസ്ലിമായി ബിലാൽ എന്ന പേര് സ്വീകരിച്ചു. അദ്ദേഹം പറയാണ്, ഞാൻ ഇസ്ലാം ആവാനുള്ള ഒരു കാരണം ഞാൻ മഅദനി സാഹിബിന്റെ കൂടെ ഉസ്താദിന്റെ കൂടെ ഇങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്തപ്പോൾ ജുമുഅന്റെ സമയമായി. വലിയൊരു ടൗണിൽ മഅദനി പറഞ്ഞു ഇവിടെ വണ്ടി നിർത്തണം. വണ്ടി നിർത്തി. മഅദനി നേരെ പള്ളിയിലേക്ക് കയറിപ്പോയി. ഞാൻ പള്ളിയുടെ മുറ്റത്ത് വണ്ടി നിർത്തിയിട്ട് ഞാൻ പള്ളിയുടെ ഉള്ളിലേക്ക് പുറത്തിരുന്ന് ഇങ്ങനെ വീക്ഷിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, എന്തൊരു ഐക്യത്തിന്റെ പ്രതീകമാണ് എനിക്ക് പള്ളിയുടെ ഉള്ളിൽ കാണാൻ കഴിഞ്ഞത്. പള്ളിയിലേക്ക് ചെന്നപ്പോൾ മഅദനി സാഹിബ് പള്ളിയുടെ സെക്കിൽ മുമ്പിൽ പോയി ഇരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ വന്ന ഒരു സൈക്കിളിൽ വന്ന മനുഷ്യൻ ഒരു കുട്ടിയെ മുമ്പിലിരുത്തിയിട്ടാണ് സൈക്കിളിൽ വരുന്നത്. ഇയാൾ സൈക്കിളിൽ വരുമ്പോ ആ മനുഷ്യന്റെ സൈക്കിളിന്റെ ബാക്കിലെ സീറ്റിൽ ഒരു മീൻകൊട്ട വെച്ച് കെട്ടിയിട്ടുണ്ട്. മീൻകൊട്ട വെച്ച് കെട്ടിയ ഇയാൾ നേരെ സൈക്കിൾ സൈഡാക്കിയിട്ട് കുട്ടിയെ സൈക്കിളിൽ നിന്ന് ഇറക്കിയിട്ട് പള്ളിയുടെ ഹൗസിൽ പോയി കാല് കഴുകിയിട്ട് നേരെ വന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിലിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഒരു സൈറൻ കേൾക്കുന്നു. നോക്കുമ്പം പോലീസുകാർ തിരിഞ്ഞു വരികയാണ്. പോലീസുകാർ വന്നു വരുമ്പോ അതിന്റെ നേരെ ബാക്കിലുണ്ട് മന്ത്രി വരുന്നു. മന്ത്രിയുടെ നേരെ ബാക്കിൽ വീണ്ടും പോലീസുകാരുടെ അകമ്പടിയോടുകൂടെ വന്ന മുസ്ലിം മന്ത്രി. അദ്ദേഹം നേരെ പള്ളിയുടെ മുമ്പിൽ വാഹനം നിർത്തി അതിൽ നിന്നിറങ്ങി ഹൗസിൽ പോയി വുളു എടുത്ത് കാല് കഴുകി നേരെ പള്ളിയുടെ ഉള്ളിലേക്ക് കയറി. അദ്ദേഹത്തിന് കിട്ടിയത് മൂന്നാമത്തെ സഫാണ്. നോക്കുമ്പോ അങ്ങനെ നിസ്കാരം തുടങ്ങി. സുജൂദിലേക്ക് പോയപ്പോ മഅദനി സാഹിബിന്റെ കാല് തട്ടി നിൽക്കുന്നു മീൻ കച്ചവടക്കാരന്റെ തലയുടെ മേലെ. ആ മീൻ കച്ചവടക്കാരന്റെ കാല് തട്ടി നിൽക്കുന്നു. ആരെ? ശേരൻ മുഴക്കി പോലീസുകാരുടെ അകമ്പടിയോടുകൂടെ പള്ളിയുടെ അകത്തളത്തിലേക്ക് കയറി വന്ന മന്ത്രിയുടെ തലയിലേക്ക് തട്ടി നിൽക്കുമ്പോ ഈ ഒരു കാഴ്ച എന്റെ ഹൃദയത്തിന് തട്ടിപ്പോയി. അദ്ദേഹം പറയാണ്, പട്ടികവർഗക്കാരനായ ഞാൻ അമ്പലത്തിന്റെ തിണ്ണയിലേക്ക് മഴ വന്നപ്പോ കയറി നിന്നപ്പോ
പട്ടികവർഗക്കാരെന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ചെങ്കിൽ ഇവിടെ ഐക്യമില്ല. ഈ പള്ളിയുടെ ഉള്ളിലുള്ളതൊക്കെയും ഒരേ മനസ്സാണ്, ഒരേ ആരാധനയാണ്, ഒരേ രീതിയാണ്. അതേ സമയത്ത് മറ്റു പല മതങ്ങളുടെയും കഥയെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഐക്യങ്ങളാണ്. അതേപോലെ തന്നെ മറ്റുള്ള കീഴാധികാരനും മേധാധികാരനും തമ്മിലുള്ള വേർതിരിവിന്റെ ചിത്രങ്ങളാണ് മതങ്ങളിൽ പലയിടത്തും കാണുന്നതെങ്കിൽ ഐക്യമില്ലാത്ത മതത്തിലേക്ക് ഞാനങ്ങ് കയറി വന്നു. ഞാൻ എൻ്റെ വേലയിൽ നല്ല പേര് മാറ്റിയിട്ട് ബിലാൽ എന്ന പേര് സ്വീകരിച്ചു എന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നത് ഞാൻ കാസറ്റിലൂടെ കേട്ടതോർത്തു പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാണ് കുമാരനാശാൻ പറഞ്ഞത്. കണ്ടുകൂടാത്തവർ കേട്ടുകൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിലുണ്ടാത്തൊരിങ്ങനെ ഒട്ടല്ലൊരു ജാതി കോമരങ്ങൾ. ഈ ഒരു ഐക്യം ഇസ്ലാമിലില്ല. കണ്ടുകൂടാത്തവർ പരസ്പരം കണ്ടുകൂടാ. ഈ ജാതിക്കാരൻ ഉയർന്ന ജാതിക്കാരനെ കണ്ടുകൂടാ. കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഒന്നിനും കൊള്ളാത്തതാണ്. എന്തിനധികം ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ ഒന്ന് കണ്ണിൽ പെട്ടാൽ പോലും അന്നത്തെ ദിവസം കൊള്ളാത്തതാണ്. കെട്ടില്ലാത്തോർ തമ്മിൽ ഉണ്ണാത്തൊരിങ്ങനെ പരസ്പരം കെട്ടുബന്ധങ്ങളില്ല. ഉണ്ണുന്ന സ്വഭാവങ്ങളിൽ ഒപ്പം ഇരുന്ന് കെട്ടില്ലാത്തോർ തമ്മിൽ ഉണ്ണാത്തൊരിങ്ങനെ ഒട്ടല്ലൊരു ജാതി കോമരങ്ങൾ. ഇങ്ങനത്തെ ഒരുപാട് കോമരങ്ങൾ ജീവിക്കുന്ന നാടിൽ ഇസ്ലാം, ആ ഇസ്ലാം കൊണ്ട് എത്രയോ ദൂരം വഴി തെറ്റി നിൽപ്പുണ്ടോ. 7 ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്തമകരത്തി ചാരത്തിരുന്നിട ചുറ്റും പേടിക്കേണ്ട തമ്പുരാനെ. എത്ര വൈദ്യുതി ഇന്നലെ വരെയും കണ്ടുപിടിയനാണ്. ഇന്നലെ വരെയും അവന്റെ പേര് വേറെയാണ്. ഇന്നോ അവൻ പോയി പൊന്നാനിയിൽ പോയി അവൻ തൊപ്പിയിട്ട് വന്ന് മുസ്ലിമായി എന്നർത്ഥം. അവൻ മുസ്ലിമായി വന്നാൽ ചിത്തമകരത്തി ചാരത്തിരുന്നിട ചുറ്റും പേടിക്കേണ്ട തമ്പുരാനെ. അവൻ ഇമാമത്തിന് അർഹതയുണ്ടോ? പള്ളിയുടെ മിഹ്റാബിൽ കയറി ഇമാമത്ത് നിൽക്കാനുള്ള അവകാശം വരെ ഇസ്ലാം അവൻ അനുവദിക്കുന്നുണ്ട്. രാജാവിന്റെ അല്ലെങ്കിൽ അറേബ്യയുടെ സുൽത്താനിന്റെ വലതു ഭാഗത്ത് പോയിരിക്കാനുള്ള അവകാശം ശരിയായിട്ട് അവര് വകവെച്ചു കൊടുക്കുന്നുണ്ട്. ഭൗതിക നിയമങ്ങളെന്തോ ആകട്ടെ, ബഹുമാനപ്പെട്ട അനിയൻ തുകളത്തിൽ ചിന്തിക്കുകയാണ്. ഐക്യമില്ലാത്തൊരു മതമുണ്ട്. അത് ഏതാണ്? വിശുദ്ധ ഇസ്ലാം. ഇസ്ലാം സ്വീകരിച്ചു, അദ്ദേഹം മുസ്ലിമായി മാറി. അല്ലാഹു ഹിദായത്തിന്റെ മാർഗം അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. ഈ അടുത്ത കാലത്ത് അദ്ദേഹം മരിച്ചുപോയി. പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇസ്ലാം നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഈ അടുത്ത് അവരൊക്കെ മനസ്സ് എത്ര കഠിനമായ മനസ്സ് പോലും മാറ്റാൻ കഴിയുന്നതാണ് വിശുദ്ധ ഖുർആൻ. നമുക്കറിയാം, ഇസ്ലാമിലേക്ക് കടന്നു വന്ന വേറൊരു സഹോദരിയുണ്ട്, കമലാസ്തുലിയാണ്. വിശുദ്ധ ഖുർആനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ട് വന്നതാണ് ഇസ്ലാമിലേക്ക്. മുസ്ലിമായി മരിക്കുകയും ചെയ്തു. അപ്പോ ഇതുപോലത്തെ ധാരാളം മോറിസ് ബുഖാരി അദ്ദേഹം ഖുർആനെ കുറിച്ച് പഠിച്ചു. ഖുർആനിലെ മനുഷ്യന്റെ പരിണാമ ദശകളുണ്ട് എന്ന് പറഞ്ഞാൽ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ ഭർത്താവിന്റെ ബീജം ഭാര്യയുടെ ഗർഭപാത്രത്തിലേക്ക് എത്തി അത് മുതൽ മനുഷ്യന്റെ വളർച്ച തുടങ്ങി പൂർണ്ണത പ്രാപിക്കുന്നത് വരെയുള്ള ചിത്രം വിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഈ ചിത്രം മോറിസ് ബുഖാരി പഠിച്ചപ്പോ, വിശുദ്ധ ഖുർആനിലൂടെ പഠിച്ചപ്പോ അദ്ദേഹം മനസ്സിലാക്കിയത് ഒരു മനുഷ്യന് കഴിയില്ല. ഏത് കാലത്താണ്? 1400 വർഷം. 1400 വർഷങ്ങൾക്ക് മുമ്പ് അവതരിച്ച വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ ഇതൊരു മനുഷ്യ ഗ്രന്ഥമല്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണിത് എന്ന് മോറിസ് ബുഖാരി മനസ്സിലാക്കി.
അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അപ്പോൾ ചുരുക്കിയ ഭാഗത്തേക്ക് ഞാൻ ദീർഘമായി പ്രസംഗിക്കുകയല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ വിശുദ്ധ ഖുർആൻ നമ്മളൊക്കെ മനസ്സു മാറ്റും. ഏത് വിഷമുണ്ടോ, ദുരിതമുണ്ടോ, പ്രയാസമുണ്ടോ, നമ്മൾ വിശുദ്ധ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നാൽ അതിന് മാറ്റം വരും. എല്ലാ പ്രശ്നത്തിനും പരിഹാരം വിശുദ്ധ ഖുർആനുണ്ട്. ഈ സമയത്ത് എന്നോടും നിങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ റമദാൻ നമ്മൾ പ്രതിജ്ഞയെടുക്കുക. ഒരു ഖത്ം എന്തായാലും, നമുക്ക് സമയം വൈകിയിട്ടില്ല, ഇന്നേക്ക് 6 ദിവസമായിട്ടുള്ളൂ വീണ്ടെടുക്കാൻ. ഓരോ ദിവസവും ഓതുകയും ഒരു 6 ദിവസവും മറ്റുള്ള സമയത്തെപ്പോഴെങ്കിലുമൊക്കെ അത് തീർക്കുകയും ചെയ്ത് ഒരു ഖത്മെങ്കിലും നമുക്ക് തീർക്കാൻ സമയം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ഈ പ്രതിജ്ഞ എടുക്കുക. എന്ത് വന്നാലും ശരി, അടുത്ത റമദാനിന് നമ്മളുണ്ടാവുകയും പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് നാട്ടുപുറങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകളൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. റമദാൻ മുഴുവനായിട്ട് സ്വീകരിക്കാൻ കഴിയാതെ. അപ്പം ഇനി അടുത്ത കൊല്ലം ഉണ്ടാവുമല്ലോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പ്രതിജ്ഞ എടുക്കുക. എന്തായാലും ശരി, വിശുദ്ധ റമദാൻ ഒരു ഖത്ം എന്തായാലും നാം തീർക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ പറയാൻ റമദാനിന്റെ പ്രത്യേകത തന്നെ വിശുദ്ധ ഖുർആൻ അവതരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ദലുഹു റഹ്മ വൗസതുഹു മഗ്ഫിറ വആഖിറുഹു ഇദ്ഖും മിനൻ നാർ. അവ്വലുഹു റഹ്മത്തുൻ. വിശുദ്ധ റമദാനിൽ ആദ്യത്തെ 10 റഹ്മത്തിന്റെ പത്താണ്. ഞാൻ ചോദിക്കട്ടെ, റഹ്മത്തിന്റെ 10 6 ദിവസം, 6 ദിവസമായി. ഇനി ഒരു 3-4 ദിവസവും കൂടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഈ 10 നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ പാവയ്ക്ക് നമ്മൾ റഹ്മത്തില്ലാത്തവരായി നമ്മിൽ നിന്ന് 10 വിട പറഞ്ഞു പോകരുത്. അള്ളാഹിന്റെ റസൂൽ പറയാൻ, പക്ഷെ അള്ളാഹിന്റെ കാരുണ്യം കിട്ടണോ, അത് വെറുതെ കിട്ടുകയില്ല. അള്ളാഹിന്റെ കാരുണ്യം കിട്ടണമെങ്കിൽ അത് വെറുതെ കിട്ടൂല. നമ്മൾ കരുണ കാണിക്കണം ആദ്യം, അപ്പയേ നമുക്ക് കരുണ കിട്ടൂ. അള്ളാഹിന്റെ റസൂൽ വീണ്ടും പറയാം, മനുഷ്യരോട് കരുണ കാണിക്കാത്തവരോട് അള്ളാഹു കരുണ കാണിക്കുകയുള്ളത്. മുഹമ്മദ് റസൂലുള്ളാഹി. ഇന്ന് ഏറ്റവും കൂടുതൽ ഇല്ലാത്തൊരു സംഭവമാണ്. പത്രങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, പീഡിപ്പിക്കുക എന്നത് കൊന്നു കളയാണ്. ഇണകളോട് പിന്നെ പീഡനം നടത്തുക എന്നത് കൊന്നു കളയാണ്. നമ്മുടെ ഇടയിലൊക്കെ ധാരാളം ജീവികളുണ്ട്, സിംഹങ്ങളൊക്കെ, പല മൃഗങ്ങളുണ്ട്, അതേപോലെ തന്നെ ആനുണ്ട്, പോത്തുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇവകളൊക്കെ ഈ പരിപാടി നടക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ ഇടയിൽ കൊന്നു കളയാറില്ല. കാരണം റഹ്മത്ത് അവരുടെ ഹൃദയത്തിലുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ റമദാനല്ല, അതിന്റെ മുമ്പത്തെ റമദാൻ നമ്മുടെ ഈ അടുത്ത പ്രദേശത്ത് ആലപ്പുഴയിൽ ഒരു സംഭവം നടന്നു. നിങ്ങളൊന്നും മറന്നു കാണുകയില്ല. ഷെരീഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, വിശുദ്ധ റമദാൻ, ആ റമദാനിൽ തന്റെ പറക്കമറ്റാത്ത 2 ചെറിയ മക്കളെ, ഭാര്യയെയും ഒരു മൺകുയിൽ കൊണ്ടുപോയിട്ട് കൊന്നു കളഞ്ഞു. നമുക്കൊക്കെ ഓർമ്മയില്ലത്? മറന്നില്ലല്ലോ? ഇല്ല. നമ്മുടെ തൊട്ടടുത്ത് ആലപ്പുഴയാണ്. അള്ളാഹുവിന്റെ റഹ്മത്തെടുത്ത് പറഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? അള്ളാഹു റഹ്മത്തെടുത്ത് കളഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാന കാലം വരുമ്പോ അള്ളാഹു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം ഊരിക്കളയുമെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ റസൂൽ പറയാ, ലാ തൻസിറു റഹ്മ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ റഹ്മത്ത് വരുന്നില്ലേ, അത് അത് റഹ്മത്തില്ലാത്ത ഹൃദയം ഒരാൾക്കുണ്ടോ, അത് പരാജയത്തിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി.